ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ്റെ മക്കളെയെല്ലാം വിളിച്ചിരുത്തി ഇങ്ങനെ ഇരിക്കുക, പഴയ പവറോട് കൂടി. അപ്പോൾ ദേ മക്കളെല്ലാവരും ഒന്ന് പേടിച്ചു കേട്ടോ. അച്ഛനിങ്ങനെ ഓരോന്നും മുഖവരിയിട്ട് സംസാരിക്കുമ്പോൾ അച്ഛനും അമ്മയും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ജയൻ ചോദിച്ചു. അത് നിൻ്റെ അച്ഛൻ പറയുമെന്ന് മുത്തശ്ശി ജയനോട് പറഞ്ഞു. അടുക്കളയിലിരുന്ന പാല് കുടിച്ചതിന് ശേഷമാണ് ദേവയാനി അപകടത്തിലായത്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. മരുമകൾ തയ്യാറാക്കിയ പാല് കുടിച്ച അമ്മായിമ്മയുടെ കരൾ കേടായി കഴിഞ്ഞപ്പോൾ ആ കുറ്റബോധം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് മോള് ദേവയാനിയെ സഹായിച്ചതെന്നാണ് ഞങ്ങൾ കരുതിയതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയാം. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായിരുന്നു. അടുക്കളയിൽ മോള് തയ്യാറാക്കിയ പാലിൽ എങ്ങനെ വിഷം കലർന്നു? അപ്പോഴത്തേക്ക് ആദർശ് നയനെയൊക്കെ പരസ്പരം നോക്കൂ കേട്ടോ. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കേസിനും വഴക്കിനൊന്നും പോകാതിരുന്നത് കുടുംബത്തിനകത്ത് പോലീസ് കയറാതിരിക്കാനാണെന്നും അതുകൊണ്ട് മാത്രമാണെന്നും പറയുന്ന മുത്തശ്ശൻ. എന്നാലിപ്പോൾ പുറത്തുള്ളവർക്ക് പോലും കാര്യങ്ങൾ മുഴുവനും അറിയാവുന്ന ആ ഒരു വിവരം ഞാൻ അറിഞ്ഞു. കുടുംബത്തിനകത്തുള്ള പൊട്ടിത്തെറികൾ അത് നടക്കാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും മനഃപൂർവ്വം ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയാം. ഇപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഈ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ പോലും നിങ്ങളാരും സംഭവിച്ചത് എന്താണെന്ന് പറയുന്നില്ല എന്നും ഇപ്പോൾ ഒരുത്തൻ സത്യങ്ങളൊക്കെ എന്നോട് വെളിപ്പെടുത്തി. അത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ ഭാര്യയായി വന്ന പെൺകുട്ടിയെ ഞങ്ങൾ ആരുടെ ആഭരണങ്ങൾ കൊടുത്ത് സ്വീകരിക്കും എന്ന സാഹചര്യം വന്നപ്പോഴാണ് അവന് സത്യങ്ങൾ പറയാൻ തോന്നിയതെന്നുള്ള കാര്യങ്ങളും മുത്തശ്ശൻ ഇങ്ങനെ പറയുക. അപ്പം അത് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മുത്തശ്ശൻ അറിഞ്ഞെന്ന്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കണമെന്നും പറഞ്ഞു. അനാമികയും അവരുടെ അമ്മയും കൂടിയാണ് നയനമോൾ തയ്യാറാക്കിയ വെച്ച പാലിൽ വിഷം കലർത്തിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും നെടുവീർപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ആ സമയത്ത് ജലജ അതുവഴി വന്നു ഇവരുടെ സംസാരം കേൾക്കുക കേട്ടോ. അപ്പോൾ അതേ അച്ഛാ, അതാണ് സത്യമെന്ന് ജയനും പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശിയും ഞെട്ടി. ജലജതെ ഞെട്ടി വിറച്ചവിടെ നിൽക്കുന്നു. എൻ്റെ മൂത്ത മകൻ നീയാണ്, എന്നിട്ടും നീ ആ കാര്യം എന്നോട് പറഞ്ഞില്ല അല്ലേ എന്ന് മുത്തശ്ശൻ ജയനോട് ചോദിക്കുന്നു. കുടുംബത്തിനകത്ത് ഒരു വഴക്കുണ്ടാക്കാതിരിക്കാൻ അത് പറയാതിരുന്നതെന്ന് ആദർശ് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കുടുംബത്തിൽ പറയാതിരിക്കുമ്പോൾ വഴക്കുണ്ടാവില്ലെന്ന് ആരാണ് പറഞ്ഞതെന്ന് ഈ ആദർശിനോട് നമ്മുടെ മുത്തശ്ശൻ ദേഷ്യത്തോടെ ചോദിച്ചു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ നാട്ടുകാരോട് പറയാനല്ല ഞാൻ പറയുന്നത്, വീട്ടിലുള്ളവരും അറിയണം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്നും പറഞ്ഞ് മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അതെത്രയൊക്കെ മൂടി വെച്ചാലും ഏതെങ്കിലും ദിവസം അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യുമെന്നും അതുകൊണ്ട് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ സമയത്ത് തന്നെ ക്ലിയർ ചെയ്ത് വിട്ടേക്കണമെന്നും പറഞ്ഞു. അല്ല, അനാമികയും അവരുടെ അമ്മയുമാണ് പാലിൽ വിഷം കലർത്തിയതെന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം കണ്ടതൊന്നും അല്ല മുത്തശ്ശി. പിന്നീട് അതേപ്പറ്റി അനാമിക അവളുടെ അച്ഛനോടും അമ്മയോടും ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ യാദർശികമായിട്ട് കേട്ടതാണെന്ന കാര്യം നമ്മുടെ നയന പറഞ്ഞു. അന്നേരം മുത്തശ്ശി ഞെട്ടി. അതുപോലെ ജലജ അവിടെ നിന്ന് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ അത് സമ്മതിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആരെങ്കിലും പാലിൽ വിഷം കലർത്താതെ അത് കുടിച്ച ദേവയാനി എന്തായാലും ഹോസ്പിറ്റലിൽ ആവില്ലല്ലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം ശരിക്കും ചേച്ചിയെ ഉന്നം വെച്ചിട്ടാണ് അന്ന് അനാമിക അത് ചെയ്തത്. പിന്നെ ചേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയുക, ചേച്ചിയെ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തുക, അതായിരുന്നു ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഇവർ അന്തം വിട്ടു നിൽക്കുക. ജലജ അവിടെ നിന്ന് ഇങ്ങനെ കൈ കുടഞ്ഞ് വിറയ്ക്കുക. പക്ഷെ അതിനിടയ്ക്കാണ് അത്യാവശ്യം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന അമ്മ അടുക്കളയിൽ വന്ന് ആ പാലെടുത്ത് കുടിച്ചതെന്ന കാര്യം നയന ഇങ്ങനെ പറയുന്നു. അതിനുശേഷമാണ് അമ്മായിമ്മ മരുമകളെ സ്നേഹിച്ചു തുടങ്ങിയതല്ലേ. അതിന് ആ വിഷം കലർത്തിയ പാല് നിമിത്തമായി എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. ഈ സംഭവം ഇവരാരും എന്നോട് പോലും പറഞ്ഞിട്ടില്ല അച്ഛാ, ഈ അടുത്ത സമയത്താ ഇത് ഞാൻ അറിയുന്നത് തന്നെയെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. അത് മോളുടെയോ ആദർശിൻ്റെയോ ഒന്നും നാവിൽ നിന്നല്ല ഞാൻ അറിഞ്ഞതെന്നും അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നല്ലോ അനാമികയെ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഇവരിങ്ങനെ ആകാംക്ഷയോടെ നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോഴാണ് അവൾ അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നത് ഞാൻ യാദർശികമായിട്ട് കേട്ടതെന്നുള്ള കാര്യം ദേവയാനി അന്നേരം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ജലജയ്ക്ക് മനസ്സിലായി പാളിയെന്ന്. അത് കേട്ട ശേഷം പിന്നീട് ഞാൻ അവിടെ നിന്നില്ല, ഞാൻ നേരെ തിരിച്ചു പോരുകയായിരുന്നു. അവരറിയാതെ തന്നെ ഞാൻ അവിടുന്ന് തിരിച്ചു പോരുകയും ചെയ്തു എന്ന കാര്യവും ദേവയാനി പറഞ്ഞു. അതിനുശേഷം നയനയോടും ആദർശനോടും കാര്യം തിരക്കിയപ്പോഴാണ് അവരിതെല്ലാം എന്നോട് പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ മോളും നീയും അറിയാൻ വേണ്ടിയിട്ട് പറയുക, നിങ്ങൾ ഈ പറയേണ്ട കാര്യങ്ങൾ പറയാതെ ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അത് എന്നോട് അവസാനിപ്പിച്ചേക്കണമെന്നും പറഞ്ഞു മുത്തശ്ശൻ രണ്ടുപേർക്കും താക്കീത് കൊടുത്തു. അപ്പം നയന ശരിക്കും പേടിച്ചു. കൊലയാളിയുടെ മനസ്സുള്ള പലരും ഈ വീടിനകത്തുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ജലജയോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എന്നെ കൂടെ ഉദ്ദേശിച്ചാണല്ലോ എന്ന് ഓർത്ത. ഞങ്ങൾ എടുത്തു വളർത്തി ഒരുത്തിയും അവളുടെ മോനുമാണെന്ന് പറയുമ്പോൾ ജലജയെ
കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. ആരെ തല്ലിയാലും കൊന്നാലും അവർക്ക് ജീവിക്കണമെന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ അവറ്റകൾക്കുള്ളൂ എന്നും പറഞ്ഞു. അവരുടെ കൂടി അനാമിക എന്ന് പറയുന്നവളെയും കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കുടുംബത്തിനകത്ത് ഒരിക്കലും ശാന്തിയും സമാധാനം ഉണ്ടാകില്ല എന്ന് മുത്തശ്ശൻ പറയുവാണ്. ഇവർക്കാണെങ്കിൽ ആകെതായി. ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാരമ്പര്യമായി കിട്ടിയ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തു വെക്കുകയായിരുന്നു എന്നും ആ സമയത്താണ് അനി വന്ന് ഇതൊക്കെ പറഞ്ഞതെന്നും മുത്തശ്ശി ഇവരോട് പറയുവാട്ടോ. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. ഇനി അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇങ്ങോട്ടേക്ക് വരട്ടെ. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം, എൻ്റെ മൂത്ത മരുമകളെ കൊല്ലാൻ ശ്രമിച്ച ആ അസത്ത് പെണ്ണ് ഇനി ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് മുത്തശ്ശി തന്നെ താറപ്പിച്ച് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാട്ടെ എല്ലാവരും ഇങ്ങനെ. അങ്ങനെ അവളോട് ആർക്കെങ്കിലും കരുണയും ദയൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് കളഞ്ഞേക്കാനും മുത്തശ്ശി ഇവരോടായിട്ട് പറയുക. പിന്നെ ഇനി അക്കാര്യം മിണ്ടി പോകരുതെന്നും പറഞ്ഞു. ഇവർക്ക് എന്നാ കരുണയും ദയും. അപ്പം ദേവയാനിയുടെ മുഖത്ത് ഭയങ്കര കലിപ്പ് ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. ഈ സമയം പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ ജലജ ഓടിച്ചെന്ന് ജാനകിയോട് പറയാം. അപ്പം പാലിൽ വിഷം കലർത്തിയത് ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പാല് കാച്ചിയത് ആരാണോ അവർ തന്നെയാണ് പാലിൽ വിഷം കലർത്തിയെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയല്ലോ ജാനകി, നിന്റെ മരുമകളുടെയും അവരുടെ അമ്മയുടെയും പേരാണല്ലോ ഇപ്പോൾ വലിച്ചഴയ്ക്കുന്നതെന്ന് പറഞ്ഞ് ജാനകിയോട് ചെന്ന് പറയുമ്പം ആരെന്ത് പറഞ്ഞാലും സത്യത്തെ വളച്ചൊടിക്കാൻ ആർക്കും കഴിയില്ല ജലജെ. അമ്മായിമ്മയ്ക്ക് മരുമകൾ കരള് ദാനം കൊടുത്തതോടെ എൻ്റെ ഏട്ടത്തിയമ്മയ്ക്ക് അവള് പറയുന്നത് മാത്രമാണ് സത്യമെന്നും പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നത് കള്ളമാണെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ ഒരു സംസാരമെന്ന് ചോദിച്ചാൽ, എൻ്റെ നവ്യ നിനക്ക് തരാൻ വേണ്ടിയിട്ടാണെന്ന് നയന ഇവിടെ പാല് കാച്ചി വെച്ചത്. ആ പാലാണ് ദേവേട്ടത്തി എടുത്ത് കുടിച്ചത്. എന്നിട്ടിപ്പോൾ പാലിൽ വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയുമാണെന്ന് പറയുന്നത് എന്നത് നമ്മുടെ നവ്യയോട് ജലജ പറയുമ്പോൾ അത് തന്നെയല്ലേ സത്യമെന്ന് നവ്യയും തിരിച്ചു ചോദിച്ചു. അവളും അവളുടെ അമ്മയും കൂടിയാണ് ആ പാലിൽ വിഷം കലർത്തിയത്, അല്ലാന്നൊന്നും ഞാൻ പറയില്ല എന്ന് നവ്യ പറഞ്ഞു. ഓ അപ്പോൾ കാര്യത്തോടടുത്തപ്പം അനിയത്തിയും ചേച്ചി ഒന്നായല്ലേ എന്ന് ജാനകി നവ്യയോട് ചോദിക്കാം. എടി ആദർശ് ചെയ്ത തെറ്റ് അബിയുടെ തലയിൽ കെട്ടിവെക്കാൻ പോലും മടിക്കാത്തവരാണ് ഇവിടെയുള്ളവരെന്നൊക്കെ പറഞ്ഞ ജലജെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഇടയ്ക്കേട്ടത്തി പറയുകയും ചെയ്തു ആദർശ് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, ചന്തുമോൾക്ക് അഭിയുടെ ചായയാണെന്ന്. നീ ഓർക്കുന്നുണ്ടോ എന്ന് ജാനകി ചോദിച്ചപ്പോൾ അതെ അത് നിനക്ക് അറിയാമല്ലോ നവ്യ എന്ന് പറയുമ്പം ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവിടെ പലരോടും എനിക്ക് എതിർപ്പുള്ളത് എന്ന് കരുതി അനാമികയും അവരുടെ അമ്മയും ചെയ്തില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നവ്യ. എൻ്റെ മരുമകൾ ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ല, അതിൻ്റെ ആവശ്യം അവൾക്കില്ല എന്ന് ജാനകി പറയുമ്പം എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവളന്ന് അതങ്ങനെ ചെയ്തത്, അത് അഭിയുടെ അമ്മായി എടുത്ത് കുടിച്ചെന്നേ ഉള്ളൂ എന്ന കാര്യം നവ്യ പറയുമ്പം ഇതൊക്കെയാ ഡിസൈൻ ചെയ്ത കഥകളാ ജാനകി എന്നും പറഞ്ഞ് ജലജ. പിന്നെ ഇവളുടെ അനിയത്തിക്ക് കഥകൾ ഉണ്ടാക്കാൻ നല്ല മിടുക്കാണെന്നൊക്കെ പറയുമ്പം ഇക്കാര്യത്തിലെ വെറുതെ ഒരു സംസാരത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, നടന്നത് എന്താണെന്ന് പകല് പോലെ വ്യക്തമാണെന്ന കാര്യം നവ്യ പറഞ്ഞു. പിന്നെ ആദർശേട്ടൻ ചെയ്ത തെറ്റ് അഭിയുടെ തലയിൽ കെട്ടിവെക്കാൻ ഇവിടെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഞാൻ സംസാരിച്ചോളാമെന്ന് നവ്യ പറഞ്ഞു. അപ്പോഴും അനാമിക ചെയ്തില്ലെന്നൊന്നും പറയാനും പറ്റില്ല എന്നും നവ്യ പറയുവാണ്. ഇത് കേട്ടിട്ട് ജാനകിക്ക് അങ്ങ് ദഹിച്ചില്ല കേട്ടോ. ജാനകി ഇങ്ങനെ നവ്യ തുറച്ചു നോക്കി നിൽക്കുക. ഇത്രയും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ഇവൾ 2 വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുകയാണല്ലോ ജലജെ. ഇനി അനിയത്തി ചേച്ചിയെ സ്വാധീനിച്ചു എന്ന് അറിയത്തില്ലല്ലോ. എല്ലാം ഓന്തിൻ്റെ ടൈപ്പാ ജാനകി, എപ്പോഴാണ് നിറം മാറുക എന്ന് അവളുമാർക്ക് പോലും നിശ്ചയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ജാനകിയോട് പറയുമ്പോൾ ജാനകി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അനി അങ്ങോട്ടേക്ക് വന്നു. അതായത് അനാമിക മറ്റൊരു പയ്യനുമായി കറങ്ങി നടക്കുന്ന കഥകൾ അറിഞ്ഞപ്പോഴും ഞാനിങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അജയനോടൊക്കെ സംസാരിക്കുക. അതെനിക്കും ഇയാൾക്കും ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നെങ്കിലും ഇവൻ്റെ പോക്ക് ശരിയല്ലാത്തത് കൊണ്ട്, ഇവൻ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രതിഷേധം അനാമിക തീർക്കുകയാണെന്നാണ് ഞങ്ങൾ കരുതിയതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും ജലജയും ജാനകി ഇറങ്ങി വരിക. ഈ തറവാട്ടിൽ നടക്കാത്തൊരു കാര്യമാണിത്, എങ്കിലും ഞങ്ങളത് സഹിക്കുമായിരുന്നു. പക്ഷേ ഈ വീട്ടിലുള്ളവരെ കൊല്ലാൻ ശ്രമിച്ച ഒരുത്തിയെ ഈ വീട്ടിനകത്ത് വെച്ച് പൊറപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് കേട്ട് അച്ഛാ എൻ്റെ മരുമകളെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ പലരും കള്ളം പറയുകയാണെന്ന് പറഞ്ഞു ജാനകി. ഈ വീട്ടിൽ കള്ളം പറയുന്നത് ഇവളും ഇവളുടെ മകനും മാത്രമാണെന്ന കാര്യം അന്നേരം മുത്തശ്ശൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ നിന്റെ മരുമകൾ വന്നതിന് ശേഷം നീയും കുറച്ചൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ പറയുന്നത് കള്ളം, മറ്റുള്ളവർ പറയുന്നതൊക്കെ കണ്ണു അടച്ച് വിശ്വസിക്കാവുന്ന സത്യങ്ങളല്ലേ എന്ന് ജാനകി പറയുമ്പോൾ മിണ്ടിപ്പോകരുത് നീ എന്ന് പറഞ്ഞു അമ്മ.
നിന്റെ മരുമകളെ പറ്റി കുറേയൊക്കെ എനിക്കും അറിയാമെന്ന് മുത്തശ്ശി അന്നേരം ജാനകിയോട് പറഞ്ഞു. ഇദ്ദേഹത്തോടൊന്നും പറയാതെ ഞാൻ പലതും മനസ്സിൽ വെച്ച് നടക്കുകയായിരുന്നു എന്നും മുത്തശ്ശി അന്നേരം പറഞ്ഞു. ഈ വീട്ടിലേക്ക് അവൾ വന്നതിന് ശേഷം അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അവൾ ഏതോ രാജകൊട്ടാരത്തിൽ നിന്ന് വന്നതുപോലെ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വർണ്ണമെടുത്ത് അവളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങിയിരുന്നത്. ആ നേരത്താണ് നിന്റെ മോൻ വന്ന് ഞങ്ങളെ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയിച്ചതെന്ന കാര്യം പറയുമ്പോൾ ജാനകിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്തായാലും വിഷം ഉള്ളിൽ ചെന്നിട്ടാണല്ലോ ദേവയാനി ഹോസ്പിറ്റലിൽ ആയത്. അവൾ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് ആരാണെന്ന് ചോദിച്ചു മുത്തശ്ശൻ. പാല് കാച്ചി വെച്ചത് നയനയല്ലേ അച്ഛാ എന്ന് ജലജ ചോദിക്കുമ്പം ആയിക്കോട്ടെ, സ്വന്തം ചേച്ചിക്ക് കുടിക്കാൻ കാച്ചി വെച്ച പാലാ. എന്തായാലും ചേച്ചിക്ക് അനിയത്തി വിഷം കൊടുക്കില്ലല്ലോ, കൊടുക്കുവോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അപ്പം ജലജയ്ക്ക് ഉത്തരവില്ല. മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അത് ദേവയാനി കുടിക്കുമെന്നും പറഞ്ഞിട്ടല്ല മോളന്ന് അവിടെ അത് കലക്കി വെച്ചത് ആണോന്ന് ചോദിച്ചു. അപ്പോൾ അന്നേ ദിവസം ഇവർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനാ ഇവളോട് പോയി പറഞ്ഞ് പാലെടുത്ത് കുടിക്കാൻ പറഞ്ഞത്. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ പിന്നെ ഹനാമിക അല്ല അതിൽ വിഷം കലർത്തിയതെങ്കിൽ അത് ചെയ്തത് നീയാണോ എന്ന് ജലജയോട് ചോദിച്ചു മുത്തശ്ശൻ. അയ്യോ അച്ഛാ, ഞാൻ അതോ നീയാണോ എന്ന് ജാനകിയോട് ചോദിക്കുമ്പം എന്ന് പറഞ്ഞ് ജാനകി നിൽക്കുക. ദൈവമേ, എവിടെ നടക്കുന്ന കഥകളൊന്നും അറിയാതെ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും. ഭയങ്കര ചിരി, എന്തൊരു ചിരിയാന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട. വേണുവിൻ്റെയും രേവതിയുടെയും മുഖത്ത് എല്ലാവരും ഇങ്ങനെ നിങ്ങളെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. ആ സമയം മുത്തശ്ശി കൊടുക്കുന്ന സ്വർണം വാങ്ങാനുള്ള വരവാ. ആ സന്തോഷം നോക്കാൻ പറയുവാണ് നമ്മുടെ അനി. അപ്പോൾ അതിന് സ്വർണം കൊടുക്കുന്നുണ്ട്. നമ്മളോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് ജാനകി പറയുമ്പോൾ അവരോട് ആരും പറയണ്ട, അവർക്കറിയാം എന്തെങ്കിലും പാരിതോഷികം കൊടുത്തേ അവരെ ഇങ്ങോട്ട് സ്വീകരിക്കത്തുള്ളൂ എന്ന്. കോലയാളി കുടുംബം എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനി ഇങ്ങനെ പറയുമ്പം മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഭയങ്കര പവർഫുള്ളായിട്ട്. അയ്യോ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിനയത്തോടു കൂടി കയറി വരും നമ്മുടെ വേണു. എൻ്റെ സാറേ, ഈ വീട്ടിൽ നിന്ന് പലരും അങ്ങോട്ട് വന്ന് വിളിക്കുമെന്ന് കരുതി, പക്ഷെ ആരും വന്നില്ല. അവസാനം സാറ് തന്നെ വരുമെന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ വിഷമമായി കേട്ടോ എന്നൊക്കെ പറയാ വേണു. അതുകൊണ്ടാണ് ഇനി ഇത്തിരി നാണക്കേടായാലും ശരി മോളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നേക്കാവെന്ന് വെച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നോക്കുക. അതെ, മോൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, ഞങ്ങൾ നിർബന്ധിച്ചാ കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ എന്തിനാ നിർബന്ധിച്ചതെന്ന് മുത്തശ്ശൻ ചോദിച്ചു. താല്പര്യം ഇല്ലെങ്കിൽ മോളെ അവിടെ തന്നെ നിർത്തിയാൽ പോരായിരുന്നു എന്ന് മുത്തശ്ശൻ ചോദിക്കുക. എന്നും പറഞ്ഞു വേണുവും രേവതിയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാം. അപ്പം അല്ലാതെ എന്ത് പറിച്ചില്ല സാറേ, സാറ് തന്നെയല്ലേ പറഞ്ഞത് മോളെ വിളിക്കാനായിട്ട് അങ്ങോട്ട് വരികയാണെന്ന് രേവതി ചോദിക്കുമ്പം ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്വർണം വസുന്ധര എടുത്ത് വെച്ചായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുമ്പം ഇവരിങ്ങനെ നോക്കുക. അതിന് ശേഷമാണ് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത് എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ എന്നെ ഈ വീട്ടിൽ നിന്ന് അകറ്റാൻ വേണ്ടി പലരും പല കള്ളങ്ങളും പറയുന്നുണ്ട് എന്ന് അനാമിക പറയുമ്പം മുത്തശ്ശനൊന്ന് ചിരിച്ചു കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾ ഒരു ബാധ്യതയല്ല. ഇനി ജീവിതകാലം മുഴുവൻ അവൾ ഞങ്ങൾക്കൊപ്പം നിന്നിരുന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന് വേണു പറയുമ്പോൾ അനി ഇതൊക്കെ കേട്ട് ചിരിക്കുക. ഇതേ വിളിച്ചിട്ട് ഞങ്ങൾ അപമാനിക്കുകയാണല്ലോ സാറേ എന്ന് രേവതി ചോദിക്കുമ്പോൾ നിങ്ങൾ കള്ളം പറയാത്തവരല്ലേ. കണ്ണായ സ്ഥലത്ത് 10 സെന്റ് മോൾക്ക് വേണ്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അവിടെ വീട് വെക്കാനാണ് എന്നും പറഞ്ഞു. എന്നാൽ നാളെ തന്നെ നമുക്ക് വീട് പണി തുടങ്ങിയാലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ വേണുവും രേവതിയൊക്കെ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പണി പാൽ വെള്ളത്തിൽ കിട്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോഴത്തേക്ക് അനാമികയുടെ ചങ്കിടിക്കാൻ തുടങ്ങി. അതിന് ഞാൻ പണം മുടക്കിക്കോളാം, ആ വസ്തുവിൻ്റെ പ്രമാണം ഉൾപ്പെടെ എല്ലാം കാണിക്കാൻ പറഞ്ഞു മുത്തശ്ശൻ. പിന്നെ ഇനി അഡ്വാൻസ് ആണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടു എന്ന് മനസ്സിലായി. ജാനകി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ താനെന്താണൊന്നും പറയാത്തതെന്ന് ജയൻ നേരം വേണുവിനോട് ചോദിച്ചു. അല്ല, അത് പിന്നെ പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അമേരിക്കക്കാരന് അഡ്വാൻസ് കൊടുത്തതെന്ന് പറയുമ്പോൾ ഇതേപ്പറ്റി നമ്മൾ സംസാരിച്ചതല്ലേ, പിന്നെ എന്തിനാ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു നമ്മുടെ ദേവയാനി. അപ്പോഴേക്കും പെട്ടു. ശരി ആയിക്കോട്ടെ, ഏത് അമേരിക്കക്കാരനാണ് താൻ അഡ്വാൻസ് കൊടുത്തത്? അയാളുടെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു മുത്തശ്ശൻ. അപ്പോഴും പെട്ടു. അയ്യോ, അമ്മയച്ഛനും മോളും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല, ഞങ്ങളിങ്ങനെ ചോദ്യം ചെയ്യാനാണോ സാറ് വിളിപ്പിച്ചേ എന്ന് രേവതി ചോദിക്കുമ്പം അതെ, ചോദ്യം ചെയ്യണമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വരട്ടെ എന്ന് കരുതുക, അല്ലെങ്കിൽ പുറപ്പെടണ്ടായെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേനെ എന്ന് മുത്തശ്ശൻ പറയൂ കേട്ടോ. ഈശ്വരാന്നും പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ അനി ഇങ്ങനെ തലയെടുപ്പോട് കൂടി അനാമികയെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം 10-20 പവൻ വരുന്ന ഒരു നെക്ലേസാണ് ദേവയാനി ഇവൾക്ക് കൊടുത്തത്. എന്നിട്ട് അത് കൊടുത്ത് കടം വീട്ടിയല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു. മിണ്ടാട്ടം ഇല്ല, ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് താൻ പറഞ്ഞില്ലേ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന്, പിന്നെ താൻ എന്തിനാ ഇപ്പം കള്ളം പറയുന്നതെന്ന് ആദർശ നേരം വേണുവിനോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കള്ളം പറയുന്നവരല്ല എന്ന് അനാമിക പറയുമ്പം അതെ, അതുകൊണ്ട്
ദേവയാനി കുടിച്ച പാലിൽ വിഷം കലർത്തിയത് നീയും നിന്റെ അമ്മയാണെന്ന് പറഞ്ഞാലും നീയൊക്കെ അത് നിഷേധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു. കാരണം ചെയ്തത് കൊടും ചതിയായതുകൊണ്ടേ അത് ചെയ്തില്ല എന്ന് പറയുന്നത് തന്നെയാണല്ലോ ബുദ്ധിയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനാമിക ഞെട്ടി. അയ്യോ, അനാമികയുടെ ഗ്യാസ് മൊത്തം പോയി. അപ്പൊ രേവതിയും വേണു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. എല്ലാവരും ചോദ്യം ചെയ്യുന്നിടത്ത് സാറേ ഞങ്ങളിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ വന്നതുപോലെ തന്നെ മോളെയും കൂട്ടി തിരിച്ചു പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക. ജാനകിയൊന്നും മിണ്ടുന്നില്ല, ജലജയ്ക്കൊന്നും മിണ്ടാട്ടോ ഇല്ല. ഇവളെ പോലെ കുടുംബത്തിലുള്ളവരെ കൊല്ലുന്ന തന്നിഷ്ടത്തിന് കണ്ണി കണ്ട പയ്യന്മാർക്കൊപ്പം ചുറ്റിക്കറങ്ങുന്ന ഒരുത്തിയെ ഇവിടെ വേണ്ട എന്ന് മുത്തശ്ശൻ അടിവരയിട്ടങ്ങ് പറഞ്ഞു. തീർന്നു, സ്വപ്നങ്ങളെല്ലാം ഉടഞ്ഞു വീണു കേട്ടോ. അപ്പോൾ അനാമിക ഇങ്ങനെ നോക്കുവാണ് അനിയെ തുറിച്ച്. അപ്പോഴത്തേക്ക് നയനയ്ക്കൊക്കെ തലയെടുപ്പങ്ങ് കൂടി. അല്ല, സാർ അങ്ങനെ പറയുമ്പോൾ സാറിൻ്റെ കൊച്ചുമക്കൾ ചെയ്തതൊക്കെയോ എന്ന് രേവതി ചോദിച്ചു. മൂത്തവൻ കല്യാണത്തിന് മുന്നേ ഒരു കൊച്ചിനെ ജനിപ്പിച്ചു. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ കൊടിയ വഞ്ചന കാണിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അന്നേരവും മുത്തശ്ശൻ നിന്ന് ചിരിക്കുക. ഒരു പ്രശ്നമില്ല, ഇളയവൻ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ ഞാനാണ് മോൾക്ക് അയച്ചു കൊടുത്തത് എന്ന് വേണു പറയുമ്പം ഇതിനെപ്പറ്റി ഇനിയിപ്പോൾ നിങ്ങൾ ആരും സംസാരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എൻ്റെ കൊച്ചുമോൻ ഇനി എങ്ങനെ നടക്കുമെന്ന് നിങ്ങളാരും ചിന്തിക്കേണ്ട ആവശ്യവും ഇല്ല. മനസ്സിലായോ? അനിക്കിനി നിന്റെ മോളെ വേണ്ട എന്ന് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞെടുത്ത് അനിയുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. തുള്ളിച്ചാടാനുള്ള സന്തോഷത്തിൽ നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അനാമിക നേരത്തേക്കും അനി ഇങ്ങനെ തറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ജാനകിക്കൊന്നും മിണ്ടാനില്ല. അതുകൊണ്ട് ഇനി ഇവൻ നിനക്ക് മരുമകനല്ല എന്നും പറഞ്ഞ് അങ്ങനെ അല്ലാത്ത ഒരുത്തനെ കുറിച്ച് നീ അപവാദങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്നും മുത്തശ്ശൻ അങ്ങീ വേണുവിനോട് പറയുക കേട്ടോ. ഓഹോ, അപ്പൊ അപമാനിക്കാനായിട്ടാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിയതല്ലേ എന്ന് അനാമിക ചോദിക്കുമ്പം അപമാനിക്കാനായിട്ടല്ലടി, ഇപ്പൊ പറഞ്ഞില്ലേ ഇവന്റെ മുത്തശ്ശൻ, ആ കാര്യങ്ങൾ പറയാനായിട്ടാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. നിന്നെ പോലെ ഒരുത്തി ഇനി ഈ ഗേറ്റ് കടന്നു വരാൻ പാടില്ല. ഞങ്ങൾക്ക് വേണ്ട. ഇത്രയും താഴ്ന്ന മനസ്സുള്ള ഒരുത്തിയെ ഈ വീടിന്റെ മരുമകളായിട്ടെന്ന കാര്യം മുത്തശ്ശി പറയുമ്പോൾ അനാമിക അനിയെ നോക്കുന്ന നോട്ടം കാണണം. അനി എന്തായാലും ചിരിച്ചു കാണിക്കട്ടെ അനാമികയെ ചോന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് അമ്മേ ദേ അങ്ങനെ എൻ്റെ മോളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്കും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വേണു. അപ്പം എന്ത് നഷ്ടം ഉണ്ടാകാനാണെന്ന് അജയൻ ചോദിച്ചു. മോളെ വളർത്തി വഷളാക്കിയിട്ട് തോന്നിവാസം പറയുകയാണോ എന്ന് അജയൻ ചോദിച്ചു. ഭാര്യയും മകളെയും നേർവഴിക്ക് നടത്താത്ത നിന്നെ അടിച്ച് വശം കടത്തി കളയും ഞാനെന്ന് അജയൻ പറയുമ്പം അജയ വേണ്ട, നോവിച്ച് വിടണ്ട എന്ന് പറഞ്ഞു ജയൻ. ഇപ്പൊ പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇവൻ മോളെയും കൊണ്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ പിന്നെ കയ്യും കാലും തല്ലി ഓടിച്ചേ ഇവിടുന്ന് പറഞ്ഞു വിടുവുള്ളൂ എന്ന് പറഞ്ഞു ജയൻ. സാറേ, ഞാൻ കടത്തിൽ മുങ്ങി നിൽക്കുന്നവൻ തന്നെയാണ്, പക്ഷെ ഞാനത് നിഷേധിക്കുന്നില്ല. എന്നാൽ അനന്തപുരിക്കാർ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ എന്ന് ഈ വേണു പറഞ്ഞു. എന്നാൽ എനിക്ക് ചില വളഞ്ഞ വഴികളും വശമുണ്ട്. അതുകൊണ്ട് ഇനിയും തോറ്റ് തലയും താഴ്ത്തി ജീവിക്കുമെന്ന് ഒരുത്തരും കരുതണ്ട എന്നും പറഞ്ഞ് വേണു സത്യങ്ങളൊക്കെ അവിടെ ഏറ്റു പറയുവാണ്. അപ്പൊ ഇറങ്ങി പോടാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ ആട്ടിച്ചോടിക്കുകയാണ്. ഭാര്യയും മകളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി പോകാനാ പറഞ്ഞതെന്നും പറഞ്ഞ് 3 എണ്ണത്തിനെയും അടിച്ചോടിച്ചു അനന്തപുരിയിൽ നിന്നും. അനന്തപുരി നിന്ന് കിടുങ്ങും കേട്ടോ. അപ്പൊ മുത്തശ്ശി വിളിച്ചുകൊണ്ട് പോടി ഇവനെ, നീ ആരുടെ മുന്നിൽ നിന്നാടാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി. മുത്തശ്ശിയുടെ പവറൊക്കെ ഇന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു കേട്ടോ. മുത്തശ്ശി ഇത്രയ്ക്ക് പവർഫുൾ ആണെന്ന് ഇവരാരും വിചാരിച്ചില്ല. മുത്തശ്ശിയുടെ ആ ഒരു വിൽ പവറൊക്കെ കൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോവും. അപ്പോഴത്തേക്കും പേടിച്ച് വിറച്ച് നമുക്ക് പോകാൻ വേണു കേട്ടോ എന്നും പറഞ്ഞ് രേവതി. അപ്പോഴത്തേക്കും അനാമിക ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നയനയൊക്കെ. അപ്പം നയനയൊക്കെയാണ് ഇത് ചെയ്തതെന്നാണ് ഇങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പം നീ ആരെയാടി ഈ പേടിപ്പിക്കുന്നത്, ഇറങ്ങിപ്പോടി എന്ന് നയന അനാമികയോട് പറഞ്ഞു. അപ്പം ആരും ജയിച്ചെന്ന് കരുതണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനാമിക എന്നെ തോൽപ്പിച്ചെന്നും കരുതണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം ചിരിയാ കേട്ടോ. അങ്ങനെ തുറച്ചു നോക്കിയിട്ട് വാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവർ 3 പേരും കൂടി ഇങ്ങനെ നാണം കേട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഒരു അബദ്ധം പറ്റി. ഇനി അബദ്ധങ്ങൾ നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇവൻ്റെ മകനെ പോലെ നിന്നെയും ആദർശിനെയും കണ്ടിട്ടില്ല. ആദർശ് ഈ കുടുംബത്തിന് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യുന്നുണ്ട്. നീ അങ്ങനെ ത്യാഗം ചെയ്യണമെന്നും പറയുന്നില്ല, പക്ഷെ കുടുംബത്തിന്റെ പേര് കളയുന്ന ബന്ധങ്ങളിൽ ചെന്ന് ചാടരുത് എന്ന് അനിയോട് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ജാനകി ഇങ്ങനെ മോനെ നോക്കുക കേട്ടോ.
എന്തായാലും എനിക്ക് സമാധാനമായ മാരണം ജീവിതത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം ആ സമയത്ത് മുത്തശ്ശനെ നോക്കി കൈ കൂപ്പി കാണിച്ചുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ജാനകി അവിടെ നിന്ന് കയറി വരുന്നു. ജലജി അങ്ങനെ അനി അപ്പുറം മാറി നോക്കി നിന്ന് ചിരിക്കും കേട്ടോ. ഇവരെ രണ്ടുപേരും ചമ്മി വിളറി വരുവാണല്ലോ. അങ്ങനെ അനി എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരാണെങ്കിലോ ഡാ എന്നും പറഞ്ഞിങ്ങ് വരുവാ. അനാമിക മോള് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയെന്ന് കരുതി നീ സന്തോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ജാനകി പറയുക കേട്ടോ. അവള് പോയ തക്കം നോക്കി നീ വേറെ ഒരുത്തി ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നാലുണ്ടല്ലോ നിന്റെ അമ്മ പിന്നെ നിന്റെ മുന്നിൽ കിടന്ന് തൂങ്ങിയാടുന്നത് നിനക്ക് കാണേണ്ടി വരുമെന്ന് അനിയോട് ജാനകി പറയുക. ഞാൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞതാ, പക്ഷെ ഇത് വെറും പറച്ചിലല്ല, അത്രയ്ക്ക് മടുത്ത് നടക്കുമോ ഞാൻ, അതുകൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ പോലെ ഡയലോഗ് ഇറക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ആരെയും വിളിച്ചുകൊണ്ട് വരാനൊന്നും പോകുന്നില്ല, അത് നന്ദുവിനെന്നല്ല ആ പോയവളെയും, പക്ഷെ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരുവടാ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അന്നേരം അനിയോട് പറയുക കേട്ടോ. അങ്ങനെ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ജാനകിയെയും ഇതൊക്കെ കേട്ട് ഈ തലയ്ക്ക് വട്ടാണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന അനിയെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.